പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മക്കളെ. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ഇന്നലെ ഞായറാഴ്ച വൺഡേ ധ്യാനം നല്ലൊരു ഒത്തിരി ആളുകൾ മാത്രമല്ല, നല്ല അഭിഷേകവും നല്ലൊരു അനുഗ്രഹ വൺഡേ ധ്യാനമായിരുന്നു. കർത്താവിൻ്റെ മക്കളെ, ഇപ്പോൾ ഒന്ന് തിങ്കളാഴ്ച നല്ല പ്രഭാതം ദൈവം തന്നതിനോട് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ഈ പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെയുള്ള സമയം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇന്നലെ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മളെ കത്ത് പരിപാലിച്ചിടത്ത് ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നിയോഗ പ്രാർത്ഥനയിലുള്ള എല്ലാ മക്കളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, യൂട്യൂബ് കാണുന്നവരും ബഥേൽ മാതാവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മക്കളെല്ലാം കാണുന്ന എല്ലാവരും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ വേദനിക്കുന്നവർ, ജോലിക്കായി കാത്തിരിക്കുന്നവർ, കർത്താവെ അവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവെ, വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സിന് കൊടുത്തവർ അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നവർ, അതുപോലെ പിരിഞ്ഞു നിൽക്കുന്നവരെ സമർപ്പിക്കുന്നു. അവർക്ക് ഇരുവർക്കും നല്ല മാനസാന്തരം കൊടുത്ത് അവരൊന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്നിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവെ, ദൈവികമായിട്ടൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തിന്മയുടെ ചിന്തകൾ വരില്ലല്ലോ കർത്താവെ. മക്കളെ, നമ്മൾ ഏത് ജീവിത അന്തസ്സായിരുന്നാലും കുറഞ്ഞത് ഒരു പേജ് ബൈബിള് വായിക്കുമ്പോൾ അവിടെ തീരാവുന്ന വിഷയങ്ങളാണ്. ഒരു വിശുദ്ധ കുർബാനയിലും ഒരു പേജ് ബൈബിളും ജപമാലയും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള യാത്ര മാത്രമല്ല, നിത്യജീവന് വേണ്ടി നമ്മൾ സമ്പാദിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഇനിയുണ്ട്. എഴുതിയ മക്കൾക്ക് ഒരു ഉയർന്ന വിജയ ശതമാനം കൊടുത്തതിനോട് നന്ദി പറയുന്നു, കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവെ, മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് ഇനിയും തീരാനുണ്ടല്ലോ കർത്താവെ. മക്കളെ, അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണേ. കർത്താവായ യേശുവേ, 8-ാം തീയതി ബൈബിൾ കൺവെൻഷൻ അർത്തിങ്കലടുത്തുള്ള തൈക്കൽ പള്ളിയിൽ പ്രാർത്ഥിക്കണേ മക്കളെ. അത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താമസിച്ചുള്ള ധ്യാനം ഏപ്രിൽ 13 പീഡാനുഭവ ധ്യാനം ഞായറാഴ്ച തുടങ്ങി, രാവിലെ തുടങ്ങി, ബുധനാഴ്ച അതിരാവിലെ ധ്യാനം അങ്ങ് തീർക്കുന്നതിനോട് നന്ദി പറയുന്നു. ഒരു നല്ല ധ്യാനാനുഭവമാകുവാൻ കർത്താവിൻ്റെ മക്കൾ അവിടെ നിന്ന് കൊണ്ടുവരണമേ. അവർ വരണമേ, അറ്റൻഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ, കർത്താവായ യേശുവെ, തൊഴിൽ പരാജയങ്ങളും ബിസിനസ് പരാജയങ്ങളും കൃഷി പരാജയങ്ങളും മത്സ്യബന്ധനങ്ങളും പരാജയമായിരിക്കുന്ന എല്ലാവർക്കും ഒരു ഉണർവിൻ്റെ വരം കൊടുക്കണമേ കർത്താവെ. പ്രത്യേകിച്ചെന്ന് മക്കളുടെ വിവാഹ തടസ്സമുള്ള മക്കൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഇല്ലാത്തൊരവസ്ഥ കർത്താവെ, അതിൽ നിന്നൊക്കെ ജീവിതം ആകുമ്പോൾ ഇതെല്ലാം ആവശ്യമുള്ള കർത്താവെ. അമ്മമാരുടെ വേദന, അപ്പന്മാരുടെ വേദന കാണുന്ന കർത്താവെ, അവർ വിവാഹ അന്തസ്സിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, 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 നന്ദി. സ്നേഹമുള്ളവരെ, എൻ്റെ അറിവിൽ കുറേ പേരുണ്ട്. എന്നാൽ ഒരു 1-2 വർഷം മുമ്പ്, അല്ലെങ്കിൽ 2-3 വർഷം മുമ്പ്, ഒരു വീട്ടിൽ പെൺകുട്ടികൾക്ക് ആർക്കും വിവാഹം നടക്കണമെന്ന് താല്പര്യമില്ല. പ്രായമായിട്ട് ജോലിയൊക്കെ ഉണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചു. അവരൊക്കെ ധ്യാനത്തിനൊക്കെ വന്നു, സ്പെഷ്യൽ പ്രയർ എല്ലാം കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവിക മെസ്സേജ് കിട്ടി. ആ കല്യാണത്തിന് റെഡിയാണ്, ഇനി പയ്യനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. സ്ത്രീകളുള്ളവർ, അവർക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അടുപ്പിച്ച് ഒരു ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വലിയ ഗ്യാപ്പില്ലാണ്ട് കർത്താവ് നടത്തി കൊടുക്കുന്നു. മക്കൾ ദൈവത്തിൻ്റെയാണ്. തക്ക സമയത്ത് നടക്കണമെങ്കിൽ മാതാപിതാക്കളായി നമുക്കും ഒരു ദൗത്യമുണ്ട്. പ്രാർത്ഥന എന്ന ദൗത്യം, ശ്രദ്ധയുണ്ട്. അതെല്ലാം നമ്മൾ ദൈവികമായി കാണുമ്പോൾ മനസ്സ് വിഷമിക്കാനോ നിരാശപ്പെടാനോ അല്ല, കുറ്റപ്പെടുത്താനല്ല മക്കളെ. നടക്കേണ്ട സമയത്ത് നടക്കണം. സ്നേഹമുള്ളവർ, ഈ
ഡിവോഴ്സിന് മക്കളെത്തുന്ന മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. അകലം കൂടുമ്പോൾ, മാനസികമായിട്ടും ഡിസ്റ്റൻസുമായി അകലം കൂടി വരുമ്പോൾ, കാലാവധി കൂടുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും. നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഭർത്താവില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒരു വിവാഹമെന്ന കുദാശ ബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ലതാണ്. ഭൂമിയിൽ രണ്ടുപേര് ചേർന്ന് എന്ത് ചോദിച്ചാലും ദൈവം കൊടുക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. രണ്ടുപേരുടെ, ഞാനും ചിന്തിച്ചിരുന്നു, എനിക്കും ഈ പറഞ്ഞ പോലെ ദൈവത്തെ പ്രഘോഷിച്ചാൽ മതി, ദൈവ ശുശ്രൂഷകൾ ചെയ്യാൻ അത് മതിയായിരുന്നു എന്ന്. കുറേ നാൾ കഴിയുമ്പോൾ ഒരു വൈദികൻ പറഞ്ഞു, മോനെ, നിനക്ക് നല്ലൊരു ജീവിതങ്ങളെ ദൈവം തരും, നീ കല്യാണം കഴിക്കണം നല്ലതെന്ന്. സ്നേഹമുള്ളവരെ, പിന്നീട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മണിക്കൂർ വരെ, ഈ നിമിഷം വരെ, ഈ സെക്കൻഡ് വരെ കല്യാണം കഴിച്ച എത്രയോ നന്നായി. നമ്മുടെ വേദനകൾ പങ്കിടുവാൻ, ദുഃഖങ്ങൾ പങ്കിടുവാൻ, നമ്മുടെ വിഷമങ്ങൾ ഒക്കെ പറഞ്ഞ് എന്തൊരു ആശ്വാസമാണെന്നറിയാമോ. അപ്പം പറയും, ഭർത്താവിന് ആ കുഴപ്പമുണ്ട്, ഭാര്യയ്ക്ക് കുഴപ്പമുണ്ട്. ഉണ്ടാവുന്നേ, കുഴപ്പമില്ലാത്ത ആരോളെ, അല്ല വല്ല മന്ദബുദ്ധി ആയിരിക്കണം. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നേറുന്നത്. അതാണല്ലോ ജീവിതം. യേശുവേ, നന്ദി 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 നന്ദി. എല്ലാവർക്കും ആത്മീയ വളർച്ച കൊടുക്കണമേ. എല്ലാവർക്കും പ്രാർത്ഥനാപരം കൊടുക്കണമേ. എല്ലാവരും എളിമപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി മാറട്ടെ. മേരി മാതാവെ പ്രാർത്ഥിക്കണേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി. സ്തുതിക്ക മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം നടത്തി കൊടുക്കണമേ. ആത്മീയ വളർച്ച ഈ മക്കൾക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി നന്ദി. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെന്നും പ്രാർത്ഥിക്കണമേ. തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണോട്ടെ മക്കളെ. ഭാവിയായ ബ്രദറിനും ധ്യാന ടീമിനും വേണ്ടി, ധ്യാന കേന്ദ്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളുടെ ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രവൃത്തികളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇത് കുറേ പേർക്ക് അയച്ചു കൊടുക്കും മക്കളെ.